നമുക്കുമറിയാം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശത്രുക്കൾ ഇല്ലാത്തവരായി ആരും തന്നെ കാണില്ല. ഈ ശത്രുക്കൾ നമ്മൾ അറിയുന്ന ശത്രുക്കളാവാം, നമുക്ക് അറിഞ്ഞുകൂടാത്ത ശത്രുക്കളാകാം. അപ്പോൾ ഈ ശത്രുക്കൾ നമ്മളെ ദ്രോഹിക്കാൻ തുടങ്ങിയാൽ, ശത്രുക്കൾ എന്ന് പറയുമ്പോൾ മനുഷ്യർ മാത്രമല്ല, രോഗങ്ങളും ശത്രുക്കളാകാം. അപ്പോൾ ഈ ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സമാധാനം നഷ്ടപ്പെടും. നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ ഭീതി അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഏത് ശത്രുവിനെയും നിഗ്രഹിക്കാൻ കഴിവുള്ള ഗംഭീരമുള്ള ഒരു മൂർത്തിയെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. തന്നെ വിശ്വസിക്കുന്ന ഏത് ഭക്തനെയും തൻ്റെ മാറോട് ചേർത്ത് നിർത്തുന്ന വിശ്വരൂപമായ ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നരസിംഹമൂർത്തി ആരാണ് എന്ന് അറിയണം. വിഷ്ണു ഭഗവാന്റെ 4ാമത്തെ അവതാരമാണ് നരസിംഹമൂർത്തി. നരസിംഹമൂർത്തിയുടെ അവതാരം തന്നെ ശത്രു നാശത്തിന് വേണ്ടിയായിരുന്നു. വരഫലത്തിൻ്റെ അഹങ്കാരത്താൽ ലോകത്തിലെ എല്ലാം തൻ്റെ കാൽ കീഴിലാക്കിയ അസുര ചക്രവർത്തിയായിരുന്നു ഹിരണ്യകശിപു. ഞാനാണ് ദൈവം എന്നും എല്ലാവരോടും തന്നെ വണങ്ങണമെന്നും ആജ്ഞാപിച്ചു ഹിരണ്യകശിപു. അനുസരിക്കാത്തവരെ ദ്രോഹിക്കുകയും കൊല്ലുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് മഹർഷിമാരെയും മനുഷ്യരെയും കൊന്നു. ആ ഹിരണ്യകശിപുവിൻ്റെ മകനായിരുന്നു പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ തികഞ്ഞ വിഷ്ണുഭക്തനായിരുന്നു. തൻ്റെ ശത്രുവായ വിഷ്ണുവിനെ ഭജിക്കരുത് എന്ന് മകനോട് പലവട്ടം ആവശ്യപ്പെട്ടു. പക്ഷേ പ്രഹ്ലാദൻ വിഷ്ണുവിനെ ഭജിച്ചുകൊണ്ടേയിരുന്നു. ഇത് കണ്ട ഹിരണ്യകശിപു കോപം കൊണ്ട് തൻ്റെ പുത്രനായ പ്രഹ്ലാദനെ വധിക്കാൻ തീരുമാനിച്ചു. ഈ അവസരത്തിൽ പ്രഹ്ലാദൻ താൻ വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന, പൂജിക്കുന്ന ഭഗവാൻ വിഷ്ണുവിനെ ഭജിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെ പ്രത്യക്ഷപ്പെട്ടത്? ഘോരഗർജനവുമായി, ലോകം ഭയക്കുന്ന രൂപമായിട്ടാണ്. ദേവാദികൾ പോലും ഭയന്നു. അപ്പോൾ വരബലത്താൽ അഹങ്കരിച്ചിരുന്ന, തന്നെ ആർക്കും വധിക്കാൻ കഴിയില്ല എന്ന് അഹങ്കരിച്ചിരുന്ന ഹിരണ്യകശിപുവിനെ മനുഷ്യ ഉടലും സിംഹത്തിൻ്റെ ശിരസ്സുമായി ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ഹിരണ്യകശിപുവിനെ വധിച്ച് തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കുകയും ചെയ്തു. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ഉഗ്രമൂർത്തിയാണ് നരസിംഹമൂർത്തി എന്നും, പക്ഷേ തന്നെ വിശ്വസിക്കുന്ന ഏത് ഭക്തനും അഭയം നൽകും എന്നതുമാണ്. തികഞ്ഞ ഭക്തിയാണ് അവിടെ പ്രധാനം. അപ്പോൾ അവിടെ കുട്ടിയെന്നോ മുതിർന്നവർ എന്നോ വേറെ മതത്തിൽപ്പെട്ടവരെന്നോ വേറെ ജാതിപ്പെട്ടവരെന്നോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കും എന്നതാണ്. അപ്പോൾ ഈ ശത്രുനാശത്തിന് ഭഗവാന്റെ ഒരു മന്ത്രമുണ്ട്. അതിശക്തിയായ മന്ത്രമാണ്. ഈ മന്ത്രം ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതിനു മുൻപായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് നരസിംഹ ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്താൽ നമ്മുടെ ശത്രുദോഷങ്ങൾ അകലും എന്നതാണ്. കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങൾ ഇവയാണ്. തിരുവനന്തപുരത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ തെക്കേടത്ത് നരസിംഹമൂർത്തി പ്രതിഷ്ഠയുമുണ്ട്. ഇവിടെ മൂർത്തിയായിട്ടാണ് പ്രതിഷ്ഠ. നമ്മൾ ഈ മൂർത്തിയെ കണ്ട് നമ്മുടെ ശത്രുദോഷങ്ങൾ അകലണം എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നടക്കും എന്നതാണ്. അതുപോലെ ആലപ്പുഴ ജില്ലയിൽ തുറവൂർ നരസിംഹമൂർത്തി ക്ഷേത്രം, കോഴിക്കോട് ലക്ഷ്മി നാരായണമൂർത്തി ക്ഷേത്രം, അതുപോലെ കണ്ണൂരിൽ തലശ്ശേരിയിൽ ലക്ഷ്മി നാരായണ ക്ഷേത്രം, മലപ്പുറത്ത് അളയങ്കാട്ട്
നരസിംഹ സ്വാമി ക്ഷേത്രമുണ്ട്. കേരളത്തിലെ സ്വയംഭുവായ ഏക നരസിംഹമൂർത്തി ക്ഷേത്രമാണ് കോട്ടയത്തെ കുറവലങ്ങാട് കോഴ ദേശത്തെ നരസിംഹമൂർത്തി ക്ഷേത്രം. അപ്പോൾ നമ്മുടെ ഏതാഗ്രഹവും ശത്രുനാശം മാത്രമല്ല, നമ്മുടെ ആരോഗ്യ പ്രശ്നവും നമ്മുടെ എന്ത് പ്രശ്നങ്ങളും ഈ ക്ഷേത്രങ്ങളിലൊക്കെ, ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, ഞാൻ കുറച്ച് എടുത്തു പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ക്ഷേത്രങ്ങളൊക്കെ പോയി ദർശനം നടത്തുന്നത് നല്ല ഫലപ്രാപ്തി ഉണ്ടാകും എന്നതാണ്. അപ്പോൾ നരസിംഹമൂർത്തി മന്ത്രത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മന്ത്രം യഥാവിധി പഠിച്ച് തെറ്റുകൂടാതെ ജപിച്ചാൽ ഏത് ശത്രുദോഷങ്ങളും അകലും എന്നതാണ്. ശത്രുദോഷങ്ങൾ മാത്രമല്ല, അതുപോലെ കണ്ണേറ് ദോഷം, ഏത് കാര്യവും തടസ്സങ്ങൾ കൂടാതെ നടക്കാൻ വേണ്ടിയും ജോലിയിലുള്ള തടസ്സങ്ങൾ മാറാനും ഈ മന്ത്രം നിത്യവും ജപിക്കാവുന്നതാണ്. ഈ മന്ത്രം യഥാവിധി ശുദ്ധിയോടെ ജപിക്കുന്നവർക്ക് എല്ലാവിധ കഷ്ടനഷ്ടങ്ങളും ശത്രുദോഷങ്ങളും ഇല്ലാതാവുന്നതാണ്. അതുപോലെ ആ വിചാരം മൂലമുള്ള രോഗാവസ്ഥകൾ, ബാധ, പ്രേത, പിശാചുക്കളെ കൊണ്ടുള്ള ശല്യം, അതുപോലെ ഇപ്പോൾ ഒരു അസുഖം വന്നു, നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി അവിടെ ചെന്ന് പരിശോധിക്കുമ്പോൾ ഒന്നുമില്ല, പക്ഷേ വീട്ടിൽ വരുമ്പോൾ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാവും. അതാണ് ആഭിചാരം മൂലമുള്ള രോഗാവസ്ഥകൾ എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഈ മന്ത്രം ജപിച്ചാൽ ഫലം ഉറപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നോക്കാം. നരസിംഹമൂർത്തി മന്ത്രം ജപിക്കുമ്പോൾ ഒരു കാരണവശാലും മത്സ്യമാംസാദികൾ കഴിക്കരുത്. കുറഞ്ഞത് മന്ത്രം 7 ദിവസം ചൊല്ലാവുന്നതാണ്. എത്ര തവണ വേണമെങ്കിലും നമുക്ക് മന്ത്രം ജപിക്കാം. കുറഞ്ഞത് 21 തവണ പുലർച്ചയിലോ അല്ലെങ്കിൽ വൈകിട്ട് വിളക്ക് തെളിയിക്കുമ്പോഴോ ജപിക്കാവുന്നതാണ്. അതിശക്തിയേറിയ മന്ത്രമാണ് നരസിംഹമൂർത്തി മന്ത്രം. നമ്മൾ ഒരു ജോലിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഓഫീസിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഇറങ്ങിയാൽ നല്ല ഉന്മേഷവും ധൈര്യവും മനഃശാന്തിയും ലഭിക്കും എന്നതാണ്. അപ്പോൾ ഈ മന്ത്രം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. സ്ത്രീകൾ ആർത്തവ കാലയളവിൽ ഈ മന്ത്രം ജപിക്കാൻ പാടുള്ളതല്ല. ഈ മന്ത്രം ജപിക്കാൻ ആഗ്രഹിക്കുന്നവർ വൈകിട്ട് സന്ധ്യാവേളകളിൽ ജപിക്കുന്നത് വളരെ ഉത്തമമായി പറയപ്പെടുന്നു. മന്ത്രം 21 തവണ, 41, 108 എന്നിങ്ങനെ സംഖ്യകളിൽ ജപിക്കാവുന്നതാണ്. ഈ മന്ത്രം ജപിക്കുമ്പോൾ ഒരു കാരണവശാലും വെറും തറയിലിരുന്ന് മന്ത്രം ജപിക്കരുത്. ഒരു പായ വിരിച്ചോ അല്ലെങ്കിൽ കമ്പളം തറയിൽ ഇട്ടോ അതിൻ്റെ പുറത്തിരുന്ന് ജപിക്കാവുന്നതാണ്. അപ്പോൾ മന്ത്രം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് നരസിംഹമൂർത്തി മന്ത്രം. ഇത് തെറ്റുകൂടാതെ പഠിച്ച് ഉറച്ചതിന് ശേഷം ജപിച്ചു തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.